അഡ്വക്കേറ്റ് സേനാപതി വേണു, പാകിസ്ഥാൻ എന്നത് ഒരു നിർവചനവും ഇനി വേണ്ട. പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യം, ഈ ആഗോള ഭീകരതയുടെ ഈറ്റില്ലം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ആ രാജ്യം എന്തെല്ലാം ചെയ്തു കൂട്ടുന്നു, എന്തെല്ലാമാണ് അവിടെ നടക്കുന്നത് എന്നതൊക്കെ ഒവൈസിയുടെ ഈ അൾജീരിയയിൽ നടത്തിയ പ്രസംഗത്തിൽ വളരെ കൃത്യമാണ്. കുടുംബജീവിതം പോലും ലഖ്വിക്ക് നൽകുകയാണ്, കൊടും ഭീകരന് നൽകുകയാണ്. ഒരു കുഞ്ഞിൻ്റെ പിതാവാകുന്ന അവസ്ഥയിൽ പോലും സകല സുഖ സൗകര്യങ്ങളും ഈ ഭീകരന് നൽകുകയാണ് പാകിസ്ഥാൻ എന്ന രാജ്യം. ഒവൈസിയുടെ വാക്കുകളെ കോൺഗ്രസ് എങ്ങനെയാണ് കാണുന്നത്? വിശ്വാസത്തിൽ എടുക്കുന്നുണ്ടോ ഒവൈസിയെ ഈ ഘട്ടത്തിൽ? ഏറ്റവും ആദ്യം പറഞ്ഞ ആള് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഒരുപക്ഷെ ഇങ്ങോട്ടുള്ള ഈ എന്താ പറയുക ഓൺലൈനിന്റെ പ്രശ്നമാണോ എന്തെന്ന് അറിയില്ല. ഏറ്റവും ആദ്യം പറഞ്ഞ വിദേശകാര്യ വിദഗ്ധന്റെ എനിക്ക് പൂർണ്ണമായിട്ട് കേൾക്കാൻ പറ്റിയില്ല. ബഹുമാന്യായ കേണൽ ഡിന്നി സാബു പറഞ്ഞത് പൂർണ്ണമായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് നീലിമയുടെ ശബ്ദത്തിലും ഒരു ബ്രേക്ക് വരുന്നു. ഞാൻ പറയുന്നത് കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും താങ്കൾ പറയുന്നത് എനിക്ക് കേൾക്കാം. യെസ്. നീലിമ, ഇവിടെ അസദുദ്ദീൻ ഒവൈസിയുടെ വാക്കുകളെ നമ്മൾ മുഖവിലേക്ക് എടുക്കണം. ഈ ഒവൈസിയോട് കോൺഗ്രസിനുള്ള എതിർപ്പ് എന്തായിരുന്നു? ഒവൈസിയോട് കോൺഗ്രസിനുള്ള എതിർപ്പ്, അദ്ദേഹം ഏത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാലും അദ്ദേഹത്തിന്റെ പാർട്ടി, അത് ബംഗാളിലാണെങ്കിലും ബീഹാറിലാണെങ്കിലും എന്താ പറഞ്ഞ നമ്മുടെ ആന്ധ്രാപ്രദേശിലാണെങ്കിലും തെലങ്കാനയിലാണെങ്കിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നിടത്തെല്ലാം ഓരോ സ്ഥാനാർത്ഥികളെ നിർത്തി മതേതര വോട്ടുകൾ ഭിന്നിപ്പിക്കുന്ന ഒരു പ്രക്രിയ അദ്ദേഹം നടത്തുന്നു എന്നത് മാത്രമാണ് കോൺഗ്രസിന് അദ്ദേഹത്തോടുള്ള രാഷ്ട്രീയമായ എതിർപ്പ്. മറ്റേതെങ്കിലും ഒരു എതിർപ്പ് അസദുദ്ദീൻ ഒവൈസിയോടുമില്ല, അദ്ദേഹത്തിന്റെ പിതാവായിരുന്ന സുൽത്താൻ സദാവുദ്ദീൻ ഒവൈസിയോടുമില്ല. അപ്പോൾ ഒവൈസിയോടുള്ള ഞങ്ങളുടെ ഒരു എതിർപ്പ് എന്ന് പറയുന്നത് രാഷ്ട്രീയമായ എതിർപ്പാണ്. ആ എതിർപ്പ് തുടരുകയും ചെയ്യും. അത് രാഷ്ട്രീയം മാത്രമാണ് അതിനകത്തുള്ളത്. പക്ഷെ ഇവിടെ ഇന്ന് ഒവൈസി സൂചിപ്പിച്ച ഒരു കാര്യം, അത് എത്രയോ എന്താ പറയുക സുവ്യക്തമായ ഒരു കാര്യവും അതോടൊപ്പം തന്നെ ലോകം അറിയേണ്ടതുമായ ഒരു കാര്യമാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അത് വളരെ ഭംഗിയായി അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തു. പൊതുവെ നമുക്ക് അദ്ദേഹത്തോടുള്ള ഒരു അതൃപ്തി, ഒരു തീവ്രവാദ നിലപാടെടുക്കുന്ന വ്യക്തി എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ അദ്ദേഹത്തെ സംശയിച്ചിരുന്നതാണ്. ഈ യുദ്ധകാലത്ത് ഇന്ത്യ ഗവൺമെന്റിന്റെ നടപടിയെ ഏറ്റവും മുന്നിൽ നിന്നുകൊണ്ട് പിന്തുണയ്ക്കാൻ കടന്നു വന്ന ഒരാളാണ് ശ്രീ അസദുദ്ദീൻ ഒവൈസി. ഒരുപക്ഷെ നമ്മളത് പ്രതീക്ഷിച്ചതാണോ എന്ന് ചോദിച്ചാൽ അത്ര പ്രതീക്ഷിച്ചതല്ല. നമ്മൾ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് ഗവൺമെന്റിന് പിന്തുണ കൊടുത്ത ആളാണ്. രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് നൽകുന്ന നമ്മൾ പിന്തുണ നൽകുമെന്ന് പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ പിന്തുണ ഒവൈസിയിൽ എന്നല്ല ഞാൻ പറഞ്ഞത്. അദ്ദേഹം വലിയ രീതിയിൽ ആ കാര്യത്തിൽ പിന്തുണ നൽകി എന്നത് സ്വാഗതാർഹമായ കാര്യം ആണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി നമ്മൾ ഒരു കാര്യം കൂടി ഒന്ന് കൂട്ടി വായിക്കേണ്ടതുണ്ട്. പാകിസ്ഥാന്റെ സ്ഥിതിവിശേഷം ഇത് നിൽക്കുമ്പോൾ ഇപ്പോൾ വിദേശകാര്യ വിദഗ്ധൻ ഇവിടെയുണ്ട്. ബംഗ്ലാദേശ് വലിയ അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. ആ അപകടം എന്തായെന്ന് ചോദിച്ചാൽ അവിടെ പരിമിതമായിട്ടെങ്കിലും ശ്രീ മുഹമ്മദ് യൂനിസിന്റെ ഒരു ഗവൺമെന്റ് നിലനിൽക്കുന്നു. ആ ഗവൺമെന്റ് അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ഒക്കെ സംരക്ഷിക്കും എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹം നിവർത്തികേടുകൊണ്ട് അവിടെ രാജിവെക്കാൻ പോകുന്ന ഒരു സാഹചര്യം, ഡിസംബറിനകം തെരഞ്ഞെടുപ്പ് നടത്തണം എന്നൊക്കെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ശഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവാമി ലീഗ് എന്ന് പറയുന്ന പാർട്ടിയെ സമ്പൂർണമായി നിരോധിച്ചുകൊണ്ട് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഴയ മൗദൂദി സിദ്ധാന്തത്തിന്റെ ആളുകൾ, ജമായത്തെ ഇസ്ലാമിക്കാര് ആ തെരഞ്ഞെടുപ്പ് സമ്പൂർണമായിട്ടും അട്ടിമറിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ജനാധിപത്യപരമായ ഒരു തെരഞ്ഞെടുപ്പ് ബംഗ്ലാദേശിൽ ഉണ്ടാകുമോ എന്ന് നമ്മൾ സംശയിക്കുന്നു. അങ്ങനെ ജനാധിപത്യം ബംഗ്ലാദേശിൽ നശിക്കുന്ന ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ സ്ഥിതിവിശേഷം വലിയ അപകടത്തിലേക്കാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പാകിസ്ഥാനിൽ സേനാപതി വേണു, ഇപ്പോഴാണോ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുന്നു, അവർ ഭീതിതമായ ഒരു അവസ്ഥയിലേക്കാണ് എന്ന തിരിച്ചറിവ് കോൺഗ്രസിന് ഉണ്ടാകുന്നത്? എത്രയോ മാസങ്ങൾ അവിടെ ഹിന്ദു വിഭാഗത്തിനെതിരെ, ഹിന്ദു ന്യൂനപക്ഷത്തിനെതിരെ വലിയ വേട്ട നടന്നു. അവിടെ ആളുകളെ പച്ചയ്ക്ക് കത്തിക്കുന്ന സ്ഥിതിയുണ്ടായി. ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കപ്പെട്ടു, ഹിന്ദു ഭവനങ്ങൾ കൊള്ളയടിക്കപ്പെട്ടു. പക്ഷേ പലസ്തീനു വേണ്ടി കരഞ്ഞ കോൺഗ്രസിന്റെ ഒറ്റ പ്രതിനിധി പോലും ബംഗ്ലാദേശിന് വേണ്ടി, ബംഗ്ലാദേശിലെ ഹിന്ദുവേട്ടയ്ക്കെതിരെ ഒരു ശബ്ദം പോലും ഉയർത്തിയില്ല. പക്ഷെ എന്തായാലും ഇപ്പോൾ വലിയ സന്തോഷം. എന്തായാലും ബംഗ്ലാദേശിന്റെ സ്ഥിതിഗതികൾ കോൺഗ്രസ് തിരിച്ചറിഞ്ഞു എന്നതിൽ വലിയ സന്തോഷം തോന്നുകയാണ്. അഡ്വക്കേറ്റ് സേനാപതി വേണു, വേട്ടയ്ക്കെതിരെ, ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ അതിശക്തമായി പാർലമെന്റിനകത്തും പുറത്തും കോൺഗ്രസിന്റെ നേതാക്കളാണ്
പ്രത്യേകിച്ച് പ്രിയങ്ക ഗാന്ധിയെ പോലുള്ള നേതാക്കൾ ബംഗ്ലാദേശിലെ റിലീജിയസ് പെർസിക്യൂഷന് വിധേയരാകുന്ന ആളുകൾക്ക് അനുഭാവം രേഖപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ ഇന്ത്യ ഗവൺമെന്റ് ആ കാര്യത്തിൽ അതിശക്തമായ നിലപാടുകൾ സ്വീകരിക്കണമെന്ന് ആദ്യം തന്നെ പാർലമെന്റിനകത്തും പാർലമെന്റിന് പുറത്തും ശബ്ദമുയർത്തിയത് കോൺഗ്രസിന്റെ നേതാക്കളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ വിഷയം 50 കൊല്ലമായി സേനാപതി വേണു അങ്ങ് പറയുന്നതിൽ ഒരു വൈരുദ്ധ്യമുണ്ട്, പറയുന്നതിൽ ഒരു പ്രശ്നമുണ്ട്. വയനാട് MP ആയി അവർ തെരഞ്ഞെടുക്കപ്പെടുന്നതിനും വളരെ മുമ്പെയാണ് ബംഗ്ലാദേശിലൊക്കെ ഈ പ്രശ്നം നടക്കുന്നത്. പക്ഷേ കോൺഗ്രസിന്റെ ഒരു നേതാവ് പോലും ഇക്കാര്യത്തിൽ അവിടുത്തെ ഹൈന്ദവ വേട്ടയെ അവരെ ഇകഴ്ത്തിക്കൊണ്ട് സംസാരിക്കാൻ ഒരു തരത്തിലും തയ്യാറായില്ല. അവിടുത്തെ യൂനുസിന് വേണ്ടി നിങ്ങൾ നിലകൊള്ളുന്ന ഒരു സാഹചര്യമാണ് ഈ രാജ്യം കണ്ടത്. എത്രയോ മുറവിളിയുണ്ടായി ബംഗ്ലാദേശിലെ ഹൈന്ദവ ജനതയെ രക്ഷിക്കാൻ വേണ്ടി. എത്രയോ ഇസ്കോൺ സന്യാസിമാർ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ഒരു കോൺഗ്രസ് നേതാവ് പോലും അതിന് ഇത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് പറയാൻ തയ്യാറായില്ല.